ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഒരു സഹോദരൻ ഇങ്ങനെ കമൻറ്റ് ചെയ്തിരിക്കുന്നു, ഇത് എന്ത് സുവിശേഷം? പലപ്പോഴും നമ്മളെ കേൾക്കുന്ന ഒരു സാധാരണ വ്യക്തിക്കും അല്ലെങ്കിൽ പുതിയതായി കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും, ഇത് ഓർഡറിൽ കേൾക്കാത്ത ആളുകൾക്ക് പെട്ടെന്ന് തോന്നുന്നൊരു വിഷയമാണ്, ഇത് എന്ത് സുവിശേഷമാണ്? തീർച്ചയായിട്ടും അതിന് മറുപടി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വവുമാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ സാധാരണഗതിയിലെ രീതിയിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഒരു യൂസർ മാനുവൽ അതിൻ്റെ കൂടെ ഉണ്ടാകും. എന്തിനു വേണ്ടിയിട്ടാണത്? ഇത് എങ്ങനെ ഉപയോഗിക്കാം, ഇത് എങ്ങനെ ഉപയോഗിച്ചാലാണ് അത് കറക്റ്റായിട്ട് മുന്നോട്ട് പോവുക, ഏത് തരത്തിൽ ഉപയോഗിച്ചാലാണ് അത് തെറ്റാവുക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി ആ പ്രൊഡക്റ്റ് തന്നെ ഒരു യൂസർ മാനുവൽ കൊടുക്കാറുണ്ട്. എന്നുപോലെ തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സുവിശേഷം കേൾക്കുമ്പോൾ അവന് സ്വീകരിക്കണമെങ്കിൽ അവൻ പ്രോപ്പറായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് മാത്രം അവൻ സ്വീകരിക്കണം. അതായത് എന്താണോ സത്യസുവിശേഷം അത് സ്വീകരിക്കണം. ഇന്ന് കേരളത്തിലാകട്ടെ രാജ്യങ്ങളിലാകട്ടെ സത്യസുവിശേഷത്തെക്കാൾ അനേകമായി വ്യാജ സുവിശേഷങ്ങളും പ്രചരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. വിശുദ്ധ ബൈബിൾ നമ്മളോട് പറയുന്ന അപ്പസ്തോലിക പാരമ്പര്യത്തിന് വിരുദ്ധമായി പല പാരമ്പര്യങ്ങളും ഇന്ന് തുടരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ബൈബിൾ പറയുന്ന സുവിശേഷം, അപ്പസ്തോലിക സുവിശേഷം നമ്മൾ പറയുമ്പോൾ അത് സ്വീകാര്യമല്ലാതിരിക്കുകയും അതിനെ തള്ളുവാൻ ചില പാരമ്പര്യങ്ങളെ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യുമ്പോൾ ഈ പാരമ്പര്യങ്ങളുടെ സത്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ശ്രേഷ്ഠ പാരമ്പര്യം എന്ന് പറയേണ്ടത് ഒരു ആവശ്യകതയായിട്ട് വരുന്നു. അതായത് ഒരു നിർബന്ധമായി വരുന്നു എന്നുള്ളതാണ് സത്യം. അതല്ലാതെ ഇത്തരം പാരമ്പര്യങ്ങൾ വായിച്ച് സ്വയം പല്ലിൻ്റെ ഇട കുത്തിക്കാൻ എനിക്ക് യാതൊരുവിധ ആഗ്രഹവുമില്ല. ഞാൻ പലപ്പോഴായി എൻ്റെ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു പെന്തക്കുസ്ത് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് ചേരികളിലേക്കോ കൂടാരത്തിലേക്കോ കയറിപ്പോകാൻ എനിക്ക് യാതൊരുവിധ ആഗ്രഹവുമില്ല. എൻ്റെ ജീവിതത്തിൽ അതുണ്ടാകത്തുമില്ല. ഞാൻ ജനിച്ച് വളർന്നത് കത്തോലിക്ക സഭയിലാണെങ്കിൽ മരണപ്പെടുന്നതും അതേ സഭയിൽ തന്നെയായിരിക്കും എന്ന് തീരുമാനമെടുത്തിട്ട് മാത്രം ഈ ഒരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങിയൊരു വ്യക്തിയാണ്. അതായത് ജനനം മുതൽ മരണം വരെ ഏത് സഭയിൽ ഏത് വിശ്വാസത്തിലായിരുന്നോ അതിൽ തന്നെ നിലനിൽക്കും. എന്നാൽ അതിൽ കുറവുകളുണ്ടെങ്കിൽ, ന്യൂനതകളുണ്ടെങ്കിൽ അത് പരസ്യമായി ലോകത്തോട് വിളിച്ചു പറയുവാനും തിരുത്താനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് ഞാൻ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളായിരിക്കുന്ന ഈ കത്തോലിക്ക സഭയിൽ കാണുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ചരിത്രകാരന്മാർ എഴുതിയിരിക്കുന്നത് നമ്മൾ വായിക്കുമ്പോൾ ആദ്യം കേൾക്കുന്ന മാത്രയിൽ കേൾവിക്കാർക്ക് ഇതെന്ത് സുവിശേഷം എന്ന് തോന്നാം. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ വായിക്കുന്നതെങ്കിൽ സത്യസുവിശേഷത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം വരും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഉദ്യമത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്. സഭാവിജ്ഞാനീയം എന്ന് പറയുന്ന അതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്ന വിഷയം പരിശോധിക്കുമ്പോൾ അവിടെ 83-ാമത്തെ പേജിൽ ആധിപത്യ പ്രവണത ഇവിടെ കാണുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്. രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇൻക്വിസിഷൻ, അതുപോലെ തന്നെ ക്രൂസൈഡുകൾ, അതായത് കുരിശുയുദ്ധങ്ങൾ. ഇത് രണ്ടും സഭയെ ഏത് രീതിയിലാണ് ബാധിച്ചത് എന്നുകൂടെ നമ്മളൊന്ന് പരിശോധിക്കുക. പശ്ചിമ യൂറോപ്പിൽ മാർപ്പാപ്പമാർക്കുണ്ടായിരുന്ന സർവാധിപത്യം കുരിശുയുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകുകയും രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും മാർപ്പാപ്പമാരുടെയും നിർദ്ദേശാനുസരണം മധ്യ പൗരസ്ത്യ ദേശത്തെത്തുകയും അവിടെ പ്രത്യേക രാജ്യം, അതായത് ലാറ്റിൻ കിങ്ഡം സ്ഥാപിക്കുകയും ചെയ്തു. അവർ പൗരസ്ത്യ സഭാകേന്ദ്രങ്ങളിൽ ലത്തീൻ സഭ സ്ഥാപിക്കുകയും പൗരസ്ത്യ പാത്രിയാർക്കന്മാർക്ക് ബദലായി ലത്തീൻ പാത്രിയാർക്കീസുമാരെ നിയമിക്കുകയും ചെയ്തു. ആധിപത്യ മനോഭാവത്തിന്റെ ഉദാഹരണം തന്നെയാണിത്. മുഹമ്മദീയ ആക്രമണ കാലത്ത് നേരിടേണ്ടി വന്ന ക്രൂരതകളെക്കാൾ ഭീകരമായിരുന്നു കുരിശുയുദ്ധ യോദ്ധാക്കൾ എന്ന പേരിൽ പൗരസ്ത്യ ദേശത്തേക്ക് നീങ്ങിയ പാശ്ചാത്യരിൽ നിന്നും ക്രൈസ്തവർക്ക് നേരിടേണ്ടി വരുന്നത്. അവരുടെ ദേവാലയങ്ങൾ കൊള്ളയടിക്കുകയും തിരുശേഷിപ്പുകൾ ഉൾപ്പെടെയുള്ള വിലപ്പെട്ട സാധനങ്ങൾ പാശ്ചാത്യ നാട്ടിലേക്ക് കടത്തുകയും ചെയ്തു. പൊന്നു സുഹൃത്തുക്കളെ, ഇത് ഞാൻ പറഞ്ഞതല്ല, വളരെ വ്യക്തമായി സഭാ വിജ്ഞാനീയം എന്ന പുസ്തകത്തിൽ ചരിത്രപരമായ പശ്ചാത്തലമായി ബന്ധപ്പെട്ട് ഇവിടെ എഴുതിയിരിക്കുന്ന അതിന് കൃത്യമായ രേഖകളും അദ്ദേഹം വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് പാശ്ചാത്യ ദേശത്ത് നിന്ന് വന്ന ആ വ്യക്തികൾ മധ്യ പൗരസ്ത്യ ദേശത്ത്, അതായത് നമ്മൾ ഇന്ന് കാണുന്ന പല ദേശങ്ങളിലും, പ്രത്യേകിച്ച് പൗരസ്ത്യ സഭ നിലനിന്നിരുന്ന പല സ്ഥലങ്ങളിലും, പ്രത്യേകമായി ഇന്ത്യ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഈ പറയുന്ന പ്രദേശങ്ങളിൽ പാശ്ചാത്യ രാജ്യരുടെ അധിനിവേശമല്ലായിരുന്നു, അല്ലെങ്കിൽ അവരുടെ സുവിശേഷ രീതി അല്ലായിരുന്നു. എന്നാൽ അവർ ക്രിസ്ത്യാനികൾ തന്നെയായിരുന്നു. അവർ പൗരസ്ത്യ ദേശത്തു നിന്നുള്ള ക്രിസ്തീയ സമൂഹമായിരുന്നു. ഈ പൗരസ്ത്യ സഭയിൽ നിന്നും ആ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് അപ്പസ്തോലിക പാരമ്പര്യങ്ങളിൽ തുടർന്നുകൊണ്ടിരുന്ന അനേക ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക്, ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിലേക്ക്, തോമാസ് ലീഹാനെ പോലെയുള്ള അപ്പസ്തോലന്മാരിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ക്രിസ്തീയ സമൂഹങ്ങളുടെ ഇടയിലേക്ക് ഇവർ
ഇരച്ചു കയറുകയും ഇവരുടെ നേതൃത്വം, ഇവരുടെ രാജ്യത്വം, ഇവരുടെ ഭരണം എല്ലാം അധിനിവേശമായി കൊണ്ടുവരികയും അവരുടെ നേതാക്കന്മാരെ അവരോധിക്കുകയും ചെയ്തതിനു ശേഷം ചെയ്തു വെച്ച ക്രൂരതകളെക്കുറിച്ച് സേവ്യർ കൂടപ്പുഴച്ചൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇത് മുഹമ്മദീയ ആക്രമണകാലത്തുണ്ടായിരുന്ന ക്രൂരതകളെക്കാൾ ഭീകരമായിരുന്നു എന്ന് പറയുമ്പോൾ ഇതെന്തൊക്കെയായിരുന്നു എന്നുകൂടെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പാശ്ചാത്യരാണ് ശരി എന്ന ഒരു തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുവാൻ വേണ്ടി ഇവർ പ്രത്യേകമായി ചെയ്ത ചില ഭരണ സംവിധാനങ്ങൾ, അതായത് സഭാഭരണ കേന്ദ്രീകരണത്തിനായി നിരവധി മാർഗങ്ങൾ മാർപ്പാപ്പമാർ ഉപയോഗിക്കുകയുണ്ടായി. പ്രാദേശിക സഭകളുടെ മേൽ ആധിപത്യം, നമ്മൾ കേരളത്തിലൊക്കെയുള്ള മർത്തോമ ക്രിസ്ത്യാനികളുടെ മേലുള്ള ഒരു ആധിപത്യം പുലർത്തുന്നതിനായി പലതരത്തിലുള്ള പ്രതിനിധികളെ നിയമിച്ചു. ഇതിൻ്റെ മുകളിൽ പലതരത്തിൽ പ്രതിനിധികളെ നിയമിച്ചു. വീണ്ടും വിശുദ്ധരുടെ നാമകരണം, അതായത് വിശുദ്ധരല്ലാത്തവരെ വിശുദ്ധരായി നാമകരണം ചെയ്യുന്ന ചില പ്രക്രിയകൾ, തിരിശേഷിപ്പുകളുടെ പ്രത്യേക ആനുകൂല്യങ്ങൾ, തിരിശേഷിപ്പുകളൊക്കെ ഇവിടേക്ക് കൊടുത്തയച്ചു. അതായത് വിശുദ്ധരുടെ എന്ന് പറയപ്പെടുന്ന പല തിരിശേഷിപ്പുകളും ഇവിടേക്ക് വന്നു. ഇതൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമാണ്, ഇതിലൊക്കെ എത്രത്തോളം ശരിയുണ്ട്, ഇത് വിശുദ്ധരുടെയാണോ, ഇവരുടെ അധികാര സ്ഥാപനത്തിന് വേണ്ടി ഇവർ നൽകിയിരിക്കുന്ന ഈ തിരിശേഷിപ്പുകളിൽ എന്തെങ്കിലും ഉണ്ടോ, ഇനി തിരിശേഷിപ്പുകൾ തന്നെ ദൈവവചന അടിസ്ഥാനമാണോ എന്ന് പരിശോധിച്ചാൽ യാതൊരു വിധത്തിലും അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ തിരിശേഷിപ്പുകളുടെ പ്രത്യേക ആനുകൂല്യങ്ങൾ, ദണ്ഡവിമോചനങ്ങൾ, പാലീയം, നിമിന സന്ദർശനങ്ങൾ, സ്ഥാനമാനങ്ങൾ എന്നിങ്ങനെ പലതും റോമ കേന്ദ്രീകൃതമായി ഇവിടേക്ക് ഒഴുക്കുവാൻ തുടങ്ങി. ഇങ്ങനെ അനേകമായ അന്ധവിശ്വാസങ്ങളും അവിശ്വാസങ്ങളും ചില ഭക്ത അനുരൂപണങ്ങളും നിറച്ചുകൊണ്ട് ഇത്തരം പ്രാദേശിക സഭകളെ അവരുടെ വരുതിയിലാക്കാൻ ശ്രമിച്ചു. മാത്രമല്ല അത് നടക്കാതെ വന്നപ്പോൾ അധിനിവേശവും അധികാരവും കൊന്നൊടുക്കലും ഇങ്ങനെ വേണ്ട ക്രൂരമായ നടപടികളും അവരെടുത്തു എന്നുള്ളത് ഈ പുസ്തകം വ്യക്തമായി നമുക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മളോട് പറഞ്ഞു വയ്ക്കുക. വീണ്ടും 1233 ഗ്രിഗറി 9 മാർപ്പാപ്പ ആരംഭിച്ച ഇൻക്വിസിഷൻ അന്നത്തെ മനോഭാവം വ്യക്തമായി പ്രകടമാക്കുന്നു. അതായത് കൊന്നൊടുക്കുന്ന ഒരു കലാപരിപാടിയാണ് ഇൻക്വിസിഷൻ. ഡൊമിനിക്കൻ അതുപോലെ ഫ്രാൻസിസ്കൻ എന്നീ സഭാ സമൂഹങ്ങളിൽപ്പെട്ട സന്യാസികളാണ് ഈ ഇൻക്വിസിഷൻ കോടതി നടത്തുന്നതിന് മാർപ്പാപ്പ നിയോഗിച്ചിരുന്നത്. ദൈവശാസ്ത്രപരമായി വേണ്ടത്ര പരിജ്ഞാനം ഇവർക്ക് പലപ്പോഴും ഉണ്ടായിരുന്നില്ല. ഇവർ ഓരോ സ്ഥലങ്ങളിൽ പോവുകയും വിശ്വാസ സത്യങ്ങളുമായി പൊരുത്തപ്പെടാത്തവർ എന്ന് ഇവർക്ക് തോന്നുന്നവരെ സഭാ കോടതിക്ക് വിധേയമാക്കുകയും ചെയ്തു. ഈ കോടതിയിൽ നൽകിയിരുന്ന ശിക്ഷ ജീവനോടെയുള്ള ദഹിപ്പിക്കലായിരുന്നു. ആരോപണ വിധേയമായവർക്ക് അതിൽ നിന്നും മോചനം നേടുവാൻ മറ്റുള്ളവരുടെ സഹായം ലഭ്യമായിരുന്നില്ല. തന്മൂലം നിരപരാധികൾ പോലും ഈ നിയമ സംരക്ഷണമില്ലാതിരുന്ന നടപടിക്രമമായിരുന്നു ഇത്. ഇൻക്വിസിഷന് വിധേയമാക്കപ്പെട്ടു എന്നും വ്യക്തമായി ഇവിടെ പറയുന്നു. അനേകായിരങ്ങൾ ഇൻക്വിസിഷൻ കോടതി വിധികൾക്കെതിരെ ജീവനോടെ ദഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 1-2 പേരല്ല, അനേക ആയിരങ്ങൾ ഇങ്ങനെ ഇൻക്വിസിഷൻ കോടതി വിധി മൂലം ജീവനോടെ ദഹിപ്പിക്കപ്പെട്ടു. വിശ്വാസ സത്യം സംരക്ഷിക്കാൻ എന്ന പേരിൽ സംസ്കാര ശൂന്യവും മാനവകുല ചരിത്രത്തിന് കളങ്കം ചാർത്തുന്നതുമായ ഇത്തരം പ്രസ്ഥാനം പാശ്ചാത്യ ലോകത്തിന്റെ ധാർമ്മിക നിലവാരം, സഭാ നേതൃത്വത്തിന്റെ അസഹിഷ്ണുതയും സുതാര്യമായി നമ്മുടെ ഇടയിൽ വ്യക്തമാക്കുന്നു. പ്രിയമുള്ളവരെ, 2 സഭാ സമൂഹങ്ങൾ ആരൊക്കെയാണ്? 1 ഡൊമിനിക്കൽ സഭാ സമൂഹം, 2 ഫ്രാൻസിസ്കൻ സഭാ സമൂഹം. ഈ 2 സഭാ സമൂഹവും ഇവർക്ക് വേണ്ടത്ര ദൈവശാസ്ത്ര പരിജ്ഞാനം ഉണ്ടായിരുന്നില്ല. ദൈവവചനത്തെക്കുറിച്ചോ ദൈവശാസ്ത്ര കാര്യങ്ങളെക്കുറിച്ചോ യാതൊരുവിധ അറിവോ വിദ്യാഭ്യാസമോ യോഗ്യതയോ ഇല്ലാത്തവർ പോയിട്ട് അവർ ചിന്തിക്കുന്ന വിശ്വാസ സത്യങ്ങൾക്കെതിരായി ഒരു വ്യക്തി പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആഴത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ ഇൻക്വിസിഷൻ കോടതിയിലേക്ക് അവരെ വലിച്ചഴക്കുകയും പച്ചയ്ക്ക് കത്തിക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാനിവിടെ പറയുന്ന ഈ വിഷയങ്ങൾ ഇന്ന് ഇതേ പശ്ചാത്തലമാണ് നിലനിൽക്കുന്നതെങ്കിൽ ഞാൻ എപ്പോഴേ പച്ചയ്ക്ക് കത്തിപ്പോയേനെ, പിന്നെ ഞാനില്ല. അതായത് ഒരു കോടതിക്ക് എന്നെ കൊണ്ടുവന്ന് ആരോപണ വിധേയമാക്കുകയും എനിക്ക് രക്ഷപ്പെടാൻ യാതൊരുവിധ സഹായവും ലഭിക്കാതിരിക്കുകയും പച്ചയ്ക്ക് എന്നെ കത്തിക്കാൻ പോലും ഇവർ മടിക്കാത്ത ഒരു അധാർമിക നിലവാരം, മനുഷ്യത്വപരമായി യാതൊരു വിധത്തിലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം ഈ മധ്യകാലഘട്ടത്തിൽ. ഏത് കാലഘട്ടമാണെന്ന് ചിന്തിക്കുക.
1233 ഇത് 8-ാം നൂറ്റാണ്ട് മുതൽ 814 മുതൽ തുടങ്ങി താഴോട്ട് പോയി കഴിഞ്ഞാൽ 1233 ഇത് ശക്തമാവുകയും വളരെ മോശപ്പെട്ട രീതിയിൽ ഇത് വരികയും വളരുകയും ചെയ്തു എന്ന് വ്യക്തമായി നമുക്ക് മുന്നോട്ട് വയ്ക്കുന്ന ചില രേഖകളാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത്. ഇതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ തുടരുന്ന ഒരു വലിയ അബദ്ധ സിദ്ധാന്തത്തിന് ഇതിനോട് യോജിപ്പുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കും, മനസ്സിലാക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല. 1233 കാലഘട്ടം, ഈ കാലഘട്ടത്തിൽ നമുക്ക് പരിചിതമായ ഒരു പ്രാർത്ഥനാ രീതിയുണ്ട്. അത് സഭയ്ക്കുത്തരമുണ്ടോ എന്ന ഫാദർ ആന്റണി നെറ്റിക്കാട്ട് CM ഇദ്ദേഹം എഴുതിയ ഈ പുസ്തകത്തിന്റെ പേജ് നമ്പർ 220. അതിൻ്റെ വ്യക്തമായി ഇവിടെ പറയുന്ന 13-ാം നൂറ്റാണ്ടോടുകൂടെ പരിശുദ്ധ കന്യകയുടെ ജീവിതത്തെ ആസ്പദമാക്കി 150 ധ്യാനങ്ങൾ നിലവിൽ വന്നു. അവയെ യേശുവിൻ്റെ ജീവിതവുമായി ബന്ധിപ്പിച്ചു. അപ്പോൾ മാതാവിൻ്റെ കാര്യമാണ് പറഞ്ഞത്, എന്നിട്ട് യേശുവിൻ്റെ ജീവിതവുമായി അതിനെ ബന്ധിപ്പിച്ചു. അതേസമയം നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും പ്രചാരം സിദ്ധിച്ചു. അതും ആവർത്തിച്ചു ചൊല്ലുന്ന പതിവ് തുടങ്ങി. അതിനായി കെട്ടുകളുള്ള കയർ, ചരടിൽ കോർത്ത മുത്തുകൾ ഇവയെല്ലാം ഉപയോഗിച്ചു. 1214 പരിശുദ്ധ കന്യകാമറിയം വിശുദ്ധ ഡൊമിനിക്കിന് പ്രത്യക്ഷപ്പെട്ടു. ഇന്നത്തെ ജപമാലയുടെ അടിസ്ഥാന രൂപം അദ്ദേഹത്തെ ബരമേൽപ്പിച്ചു. 1214 നമ്മൾ ഈ ഗ്രിഗറി 9-ാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടം വായിച്ചത് 1233. അതായത് ഈ 14 നിന്നും വളരെ തുച്ഛമായ കാലഘട്ടം, ഏകദേശം ഒരു 18-20 വർഷ കാലഘട്ടത്തിന്റെ ഗ്യാപ്പോടുകൂടെ ഈ പറയുന്ന ഗ്രിഗറി 9-ാമൻ മാർപ്പാപ്പ ഇൻക്വിസിഷൻ ആരംഭിച്ചു. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ വ്യക്തമായി ഞാൻ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, ജപമാല പ്രാർത്ഥനയിലൂടെയല്ല ആൽബിജൈൻസ് എന്ന് പറയുന്ന പാഷണ്ഡത അവസാനിച്ചത്, പകരം ഇൻക്വിസിഷനിലൂടെയാണ്. ഈ ഇൻക്വിസിഷൻ നടത്തിയതാകട്ടെ ഈ പറയുന്ന ഈ ഡൊമിനിക്കൻ പുരോഹിതനായിരുന്ന ഡൊമിനിക്കൻ സഭകളിൽ നിന്ന് തന്നെയായിരുന്നു, ഫ്രാൻസിസ്കൻ സഭയിൽ നിന്നായിരുന്നു. ഇവർക്കാകട്ടെ ദൈവശാസ്ത്രപരമായി യാതൊരുവിധ അടിസ്ഥാന വിദ്യാഭ്യാസവും ഇല്ലെന്ന്, അതും ഞാനല്ല പറഞ്ഞിരിക്കുന്നത്, സഭയുടെ അടിസ്ഥാന പുസ്തകമായ സഭാവിജ്ഞാനീയം എന്ന് പറയുന്ന ഈ പുരോഹിതൻ എഴുതിയിരിക്കുന്ന ഇതേ പുസ്തകം തന്നെ പറയുന്നു, അടിസ്ഥാനപരമായി യാതൊരുവിധ ക്വാളിറ്റിയും ഇല്ലാത്തവരായിരുന്നു അവരെന്ന്. ഇങ്ങനെ അടിസ്ഥാനപരമായി ക്വാളിറ്റിയോ ദൈവശാസ്ത്രപരമായ ബലമോ ഇല്ലാത്തവർക്ക് കിട്ടിയ ഒരു വെളിപ്പാട്, ഒരു ദർശനം, അതാണ് ഇന്നും ഈ 2025 ശ്രേഷ്ഠമെന്ന് പറഞ്ഞ് നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയെ തഴഞ്ഞുകൊണ്ട് 150 പ്രാവശ്യം ചൊല്ലിക്കൊണ്ടിരുന്ന സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയെ മാറ്റിക്കൊണ്ട് നമ്മൾ 153 മണി ജപവും 53 മണി ജപവും അതുപോലെ അഖണ്ഡ ജപമാലയും ഒക്കെ ചൊല്ലിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ മാതാവിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് നടക്കുന്നത്. നിങ്ങൾ ഇതിന്റെ ചരിത്രം ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കുക. തെക്കൻ ഫ്രാൻസിനെ നശിപ്പിച്ചു കൊണ്ടിരുന്ന ആൽബിജൈൻസ് എന്ന പാഷണ്ഡതയോട് പോരാടുവാൻ ശക്തമായ ഒരു ആയുധമായി പരിശുദ്ധ കന്യക വിശുദ്ധ ഡൊമിനിക്കിനെ ജപമാല ഏൽപ്പിച്ചു. പരിശുദ്ധ കന്യക ഡൊമിനിക്കിനോട് ഇങ്ങനെ പറഞ്ഞു, ജപമാല ഭക്തി പ്രസംഗിക്കുക, പ്രചരിപ്പിക്കുക, സകല രൂപത്തിലുമുള്ള പാപങ്ങൾ, പാഷണ്ഡത എന്നിവയ്ക്ക് ഒരു മറുമരുന്നാണ് ജപമാല ഭക്തിയുടെ പ്രചരണം. അതുകൊണ്ട് ജപമാല ഭക്തിയുടെ പ്രചരണം മൂലം ആൽബിജൻസിയൻ എന്ന പാഷണ്ഡത പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ടു. എന്ത് രസമല്ല കേൾക്കാൻ, ഭയങ്കര കൗതുകം തോന്നില്ലേ? ആൽബിജൈൻസ് എന്ന പാഷണ്ഡത പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ടു. എപ്പോ? 1214 മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഇത് പൂർണ്ണമായി മാറ്റി. പക്ഷെ നിങ്ങൾ വീണ്ടും മറ്റൊരു ചരിത്ര പുസ്തകം വായിക്കുമ്പോൾ ഇതിനെ കോൺട്രഡിക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ കാണുന്നത്. 1233 ഈ ഗ്രിഗറി 9-ാമൻ മാർപ്പാപ്പയുടെ കീഴിലുണ്ടായിരുന്ന ഈ ഒരു വലിയ കാര്യം, അത് 1241 വരെ ഈ ഇൻക്വിസിഷൻ തുടർന്നു എന്ന് പറയുന്നു. ഇനി ഒരു ചെറിയ ചരിത്രം കൂടി വായിക്കാം. 1239 റോബർട്ട് എന്ന ഡൊമിനിക്കൻ വൈദികൻ, ആരാണ്? ഏത് വൈദികനാണ്? ഏത് സഭാ സമൂഹത്തിൽപ്പെട്ട ആളാണ്? ഒരു ഡൊമിനിക്കൻ വൈദികൻ. അപ്പൊ ഇദ്ദേഹം ആരായിരുന്നു? ഈ മാതാവിനെ കുറിച്ച് പ്രത്യക്ഷപ്പെട്ടത് ആരായിരുന്നു? ഡൊമിനിക്കൻ എന്ന് പറയുന്ന സെയിന്റ് ഡൊമിനിക് ആണ്, വിശുദ്ധ ഡൊമിനിക്. അപ്പോ ഈ ഡൊമിനിക്കൻ വൈദികൻ ഒരൊറ്റ ദിവസം തന്നെ 180-ൽ പരം
പേരെ ജീവനോടെ ദഹിപ്പിച്ച സംഭവം ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സന്യാസികൾ കുറ്റക്കാരാണെന്ന് വിധിച്ചാൽ പൂർണ്ണമായ ശിക്ഷയ്ക്ക് അർഹൻ തന്നെയാണ്. ഇത് നടപ്പിലാക്കുക സിവിൽ ഭരണാധികാരിയുടെ ചുമതലയാണ്. നടപ്പിൽ വരുത്തുന്നില്ലെങ്കിൽ അവരുടെ മേൽ പോലും നടപടി ഉണ്ടാകും. ഇത്തരം ഒരു ഭരണ സംവിധാനം മതത്തിന്റെ പേരിൽ ഏറ്റവും അസഹിഷ്ണുത പുലർത്തുന്നത് തന്നെയാണെന്ന് വ്യക്തമാകുന്നു. ഒന്നും രണ്ടും പേരെയല്ല, 180 പേരെ ഒറ്റ ദിവസം ഒരു ഡൊമിനിക്കൻ വൈദികൻ, ഇതേ വിശുദ്ധ ഡൊമിനിക്കിന്റെ അതേ സഭാ സമൂഹത്തിൽപ്പെട്ട ഒരു ഡൊമിനിക്കൻ വൈദികൻ 1214 മാതാവ് പ്രത്യക്ഷപ്പെട്ടു. വളരെ ചുരുങ്ങിയ കാലഘട്ടം, 25 വർഷം, വെറും 25 വർഷം കഴിഞ്ഞപ്പോ ഈ ജപമാല പ്രാർത്ഥന ആൽബജൻസ് എന്ന് പറയുന്ന സകല പാഷണ്ഡതയും തുടച്ചു നീക്കി എന്ന് പറയുമ്പോൾ ഇവിടെ അതേപോലത്തെ പാഷണ്ഡതകൾക്കെതിരെ ഇവിടെ കൃത്യമായി ഇൻക്വിസിഷൻ നടപ്പിലാക്കുന്നു. അതും 180 പേരെ ഒറ്റ ദിവസം പച്ചക്ക് ചുട്ടരിക്കുന്നു. എന്ത് മനുഷ്യത്വമാവുള്ളേ! അപ്പോൾ അതിനുശേഷം പ്രചരിക്കപ്പെട്ട ഈ ജപമാലയെ നമ്മൾ എങ്ങനെയാണ് കരുതേണ്ടത്? ഏത് തരത്തിലാണ് ഇത് പ്രചരിക്കപ്പെട്ടത്? 12ാം നൂറ്റാണ്ടിൽ ജപമാല പ്രാർത്ഥന സഭയിൽ തുടങ്ങി, അല്ലെങ്കിൽ അത് ശക്തമായി. അന്ന് വരെ ഉണ്ടായിരുന്ന സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയെ വലിച്ചെറിഞ്ഞു. എന്നിട്ട് ഈ പ്രാർത്ഥനയെ നമ്മൾ സ്വന്തമാക്കി. സ്വർഗസ്ഥനായ എന്നുള്ളത് 5 പ്രാവശ്യമാക്കി. എന്നിട്ട് 50 പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സഭയുടെ നാശമാണ് പിന്നിലുള്ള കാലഘട്ടം. അതായത് 12ാം നൂറ്റാണ്ട് മുതൽ 16ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം അതിനേക്കാൾ അബദ്ധമായ കാലഘട്ടം. ഇൻക്വിസിഷന്റെ ഏറ്റവും വന്യമായ രീതിയിൽ മനുഷ്യത്വം പരമായി യാതൊരു വിധത്തിലും കാണാൻ കഴിയാത്ത മൃഗീയമായ കൂട്ടക്കൊലകൾക്ക് സാക്ഷ്യം വഹിച്ച സഭാ നേതൃത്വമായിരുന്നു 12 മുതൽ 16 വരെയുള്ള നൂറ്റാണ്ടുകളിൽ. ഇങ്ങ് ഗോവയിൽ പോലും ഈ ഇൻക്വിസിഷൻ നടത്തിയ 2 തെളിവുകളുണ്ട്. ഇത്രയും അപഹാസ്യമായ രീതിയിൽ സഭയെ കൊണ്ടുപോയതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഒരു പ്രത്യക്ഷതയാണ് മാതാവിന്റെ പേരിൽ വിശുദ്ധ ഡൊമിനിക്കിനുണ്ടായത്. മാത്രമല്ല, ഇദ്ദേഹത്തിന് ദൈവശാസ്ത്രപരമായി യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല എന്ന് എൻ്റെ പൊന്നു സഹോദരങ്ങളെ ഞാനല്ലട്ടോ പറയുന്നത്, ഈ പുസ്തകം തന്നെ നമ്മളോട് പറഞ്ഞു വെക്കുന്ന കാര്യമാണ്. അപ്പോഴാണ് നമ്മൾ മാതാവിൻ്റെ ശ്രേഷ്ഠത, മാതാവിനെ ഒരിക്കലും യാതൊരു വിധത്തിലും അവഹേളിക്കാനോ ഒരല്പം പോലും ഒരിക്കലും മാതാവിനെ അവഹേളിക്കാൻ ഒരൊറ്റ വ്യക്തിക്ക് പോലും അവകാശമില്ല. കാരണം വിശുദ്ധ ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ വിശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധമെന്ന് പറയരുത്. പത്രോസിനുണ്ടായ ഒരു പ്രത്യക്ഷതയിൽ അവന് ഇറക്കിക്കൊടുത്ത ചില അശുദ്ധമായ ഭക്ഷണ വസ്തുക്കളുടെ കാര്യത്തിലാണ് ദൈവം ഇങ്ങനെ പറയുന്നത്, ഞാൻ വിശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധം എന്ന് പറയരുത്. ഇങ്ങനെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ദൈവദാസനോട് പറഞ്ഞിരിക്കുന്ന വചനം നമ്മുടെ മുമ്പിലുള്ളപ്പോ ദൈവത്തിന്റെ ആത്മാവിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥയാക്ക കാണപ്പെട്ട പരിശുദ്ധ മാതാവിനെ യാതൊരു വിധത്തിലും അവഹേളിക്കാനോ താഴ്ത്തിക്കെട്ടാനോ ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയും ഒരുങ്ങരുത്. ഒരൊറ്റ ക്രിസ്ത്യാനിയുടെ നാവ് പോലും പൊന്തരുത്. ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട, മനുഷ്യകുലത്തിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട ഏക വ്യക്തി പരിശുദ്ധ മാതാവാണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. പക്ഷെ ആ ബോധ്യം ഉള്ളപ്പോൾ തന്നെ മാതാവിനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച്, മാതാവിനോട് മധ്യസ്ഥം അപേക്ഷിച്ച്, മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച്, മാതാവിന്റെ വിഗ്രഹവും ചോന്നും കൊണ്ട് നടന്ന് അതിനെ സാരി ഉടുപ്പിച്ച് അതിനോട് ഉടമ്പടി ചെയ്ത്, ഇങ്ങനെ വേണ്ടതും വേണ്ടാത്തതുമായ അബദ്ധങ്ങൾ ഇന്ന് ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിൽ വേരുറച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ കൃപാസനത്തിന്റെ അടിമകൾ വന്നിട്ട് എന്നെ തെറി വിളിക്കും, എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ പ്രിയപ്പെട്ട കൃപാസനം അമ്മച്ചിമാരെ, എനിക്ക് നിങ്ങളോട് യാതൊരുവിധ ദേഷ്യവുമില്ല. നിങ്ങൾ ഇന്ന് അകപ്പെട്ടിരിക്കുന്ന ഈ അബദ്ധ സിദ്ധാന്തം ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ ഇടവക പുരോഹിതന്മാരോട് നിങ്ങൾ ചോദിക്കുക, സഭാവിജ്ഞാനീയം ഇത് സത്യമാണോ എഴുതിയിരിക്കുന്നത്? ഇത് അച്ചടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എഴുതിയിരിക്കുന്നത് ഡോക്ടർ സേവ്യർ കൂടപ്പുഴച്ചൻ, ഇദ്ദേഹം ഇന്നും കത്തോലിക്ക സഭയിൽ അംഗമാണോ, അതെയോ അദ്ദേഹത്തെ പുറത്താക്കിയോ? ഇത് അച്ചടിച്ചിരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു ലോക്കൽ പ്രസിലല്ല, ഏതെങ്കിലും ഒരു പെന്തക്കുസ്തു പ്രസിലല്ല. ഇത് അച്ചടിച്ചിരിക്കുന്നത്, ഇതിന്റെ പ്രിന്റിംഗ് നടത്തിയിരിക്കുന്നത് ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിലീജിയസ് സ്റ്റഡീസ് വടവാതൂർ സെമിനാരിയുടെ അണ്ടറിൽ കഴിയുന്ന സ്ഥലത്താണ്. ഇത് കോട്ടയത്ത് വടവാതൂർ അച്ഛന്മാരുടെ സെമിനാരിയിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത്.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിലുള്ളപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പുരോഹിതന്മാരോട് ചോദിച്ചു നോക്കുക, ഈ പറയുന്ന 12-ാം നൂറ്റാണ്ടിൽ നടന്ന ആൽബജെയിൻസ് എന്ന് പറയുന്ന പാഷണ്ഡതകളെ ഈ പറയുന്ന മാതാവിന് മാറ്റാൻ പറ്റിയോ? ജപമാല ചൊല്ലിയിട്ട് വല്ല ഗുണമുണ്ടായോ? ഏതെങ്കിലും ഒന്ന് പോയോ? നിങ്ങളുടെ ഇടവകയിലെ വികാരിമാരോടൊന്ന് ദയവ് ചെയ്തൊന്ന് ചോദിച്ചു നോക്ക്, എന്നിട്ട് എന്നെ തെരുവിളിക്ക്. ഇതെൻ്റെ ഒരു അപേക്ഷ മാത്രമാണ്. ഈ പ്രാർത്ഥന എന്ന് സഭയിലേക്ക് കയറിക്കൂടിയോ അന്നു മുതൽ സഭയുടെ നാശമാണ് നമ്മൾ കാണുന്നത്. അതായത് എത്രത്തോളം സഭ താഴോട്ട് പോകാൻ പറ്റുമോ, അധപതിക്കാൻ പറ്റുമോ, മനുഷ്യത്വരഹിതമായ ക്രിസ്തു പറഞ്ഞത് എന്താ അവർ ചെയ്യുന്നത് എന്നെന്ന് അവർക്ക് അറിയുന്നില്ല. അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ സ്നേഹത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് അബദ്ധ സിദ്ധാന്തങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞ് അത് വരുന്നുണ്ട്, ദിഗണ്ഡവാദം വരുന്നുണ്ട്. ഇതുകൂടെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇത്രയും അബദ്ധകരമായ ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുപോയ ഈ വിശ്വാസത്തെ, ഈ പാരമ്പര്യത്തെ ശ്രേഷ്ഠമാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരോട് എനിക്കൊരൊറ്റ അപേക്ഷയുള്ളൂ. വിശുദ്ധ പാരമ്പര്യങ്ങളാകുന്ന ഈ വിശുദ്ധ ബൈബിൾ അല്ലാതെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പാരമ്പര്യവും ഇന്ന് നമ്മുടെ കയ്യിലില്ല. ഇതിന് വിരുദ്ധമായ ഒരു പാരമ്പര്യമാണെങ്കിൽ നിങ്ങൾ അതിനെ വലിച്ചു കീറണം, അതിനെ തോട്ടിലെറിയണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതല്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിലെത്താൻ യാതൊരുവിധ സാധ്യതയുമില്ല. എന്നോട് ഇതെന്ത് സുവിശേഷം എന്ന് ചോദിച്ച ചേട്ടനോടും അവരോടും എനിക്കൊറ്റ കാര്യമേ പറയാനുള്ളൂ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത്തരം സത്യങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം. ഈ സത്യങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഇനിയെങ്കിലും മുഖം തിരിക്കരുത്. ദൈവ വചന വിരുദ്ധമായി ശ്രേഷ്ഠമെന്ന് കരുതി നമ്മൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ജപമാലയാകട്ടെ, തുടർന്നുള്ള പ്രാർത്ഥനകളാകട്ടെ, ലുത്തിനിയ തുടങ്ങിയുള്ള അബദ്ധ സിദ്ധാന്തങ്ങൾ, പൈശാചിക പഠനങ്ങൾ ഇനിയെങ്കിലും ഉപേക്ഷിക്കാൻ ക്രിസ്ത്യാനി നിന്റെ ഭവനം തയ്യാറാകുന്നുവെങ്കിൽ ദൈവരാജ്യം അകലെയല്ല എന്ന സത്യം ഇനിയെങ്കിലും ക്രിസ്ത്യാനി മനസ്സിലാക്കണം. ദൈവരാജ്യം സമീപസ്ഥമാണ്. സുവിശേഷ പ്രസംഗങ്ങളിലൂടെയാണ് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് വരുന്നത്, ആ ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ വരുന്നത്. അല്ലാതെ ഇൻക്വിസിഷനോ ക്രൂസൈഡുകളോ ക്രൂരമായ ഇത്തരം അവകാശവാദങ്ങളിലൂടെയോ ഇത്തരം അധികാരികളിലൂടെയോ നമുക്ക് യാതൊന്നും ലഭ്യമല്ല എന്ന് തിരിച്ചറിയുക. ഈ പറയുന്ന 12-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയുള്ള അല്ലെങ്കിൽ 8-ാം നൂറ്റാണ്ട് മുതൽ വന്നിരിക്കുന്ന ഇന്ന് വരെയുള്ള ഒരു മാർപ്പാപ്പമാരും നമ്മളെ കുത്തിരി പിടിച്ച് കയ്യെ പിടിച്ച് സ്വർഗത്തിലേക്ക് കയറ്റാൻ യോഗ്യരല്ല. അവർക്കൊരിക്കലും അത് ചെയ്യാൻ സാധിക്കത്തില്ല. പകരം ഈ വിശുദ്ധ വചനമടിസ്ഥാനത്തിൽ അയക്കപ്പെട്ടവരിൽ വിശ്വസിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കുമെന്നാണ് റോമാലേഖനം 10-ാം അധ്യായം വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് രക്ഷയ്ക്കായി ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇനിയെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തുറക്കുക. ദൈവരാജ്യം നമ്മിലേക്ക് കടന്നു വരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.